അപ്പോൾ ശരിക്കും ഈ തലവേദന എന്ന് പറയുന്നതിന് ഇത്രയും റീസൺസ് ഉണ്ടെങ്കിൽ അതിനൊരു കൺസൾട്ടേഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ തന്നെ തലവേദനയ്ക്ക് മറ്റൊരു കോമൺ റീസണാണ് ഐസൈറ്റ്. പലപ്പോഴും നമ്മൾ ഈ കണ്ണ് ഒത്തിരി അധികം സ്ട്രെയിൻ ചെയ്യുമ്പോഴും നമുക്ക് തലവേദന വരും. അപ്പോൾ ഈ തലവേദന എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തല എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്കള്ളും നമ്മുടെ ഫേഷ്യൽ. അത് മിക്കവാറും എപ്പോഴും ഡോക്ടർമാർ ചോദിക്കുന്ന തലവേദന എന്ന് പറയുമ്പോൾ കുത്തിക്കൊള്ളുന്ന വേദനയാണോ അതോ നെറ്റി നിറച്ച് വേദനയുണ്ടോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ. എനിക്ക് പലപ്പോഴും അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് തന്നെ സംശയമാണ് സത്യത്തിൽ എന്ത് തരത്തിലുള്ള വേദനയാണ്. അത് ശരിയാണ് കേട്ടോ. ഇങ്ങനെ എന്താണ് ശരിക്കും ത്രോബിംഗ് ആയിട്ട് ഇങ്ങനെ തുടിക്കുന്ന പോലെ വേദന വരും, അല്ലെങ്കിൽ സ്ക്വീസിങ് ആയിട്ടുള്ള വേദന വരും. ഇങ്ങനെ പലതരത്തിലുള്ള തലവേദനകളുടെ മാനിഫെസ്റ്റേഷൻ ഉണ്ട്. ഇതെല്ലാം കാര്യമായ തലവേദനകൾക്കാണ് കേട്ടോ. മൈഗ്രെയിൻ പോലെയുള്ള ഭയങ്കര ഒട്ടും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കുള്ള. അതെ 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 അതെ. ശരിക്കും മൈഗ്രെയിൻ ഒക്കെ എന്തൊരു പെയിൻഫുൾ അവസ്ഥയാണെന്നറിയോ. ശരിക്കും നമുക്ക് എന്താണ് പൊതുവെ കയ്യോ കാലോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റിയല്ലേ നമ്മളെ പോലത്തുള്ള ആൾക്കാർ ഒന്ന് കിടപ്പിലാവത്തുള്ളൂ. എന്നാലും തലവേദന കൊണ്ട് കിടക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും മൈഗ്രെയിൻ്റെ ഒരു പെയിൻ. അതെ. ഏതായാലും അടുത്ത സെഗ്മെന്റിന് ശേഷം തിരികെ വരാം. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയ്. നമസ്കാരം. ലേഡീസ് അവറിലെ ഫെങ് ഷുയ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയ് സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യാ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയ് ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പല പ്രേക്ഷകരുടെ കത്തുകൾ വായിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് നേരിട്ട് കാണാനിടയായപ്പോൾ പറഞ്ഞതാണ്, അവരുടെ വീട് ആലുവ പുഴയുടെ തീരത്താണ്. വീടിന് പുഴയുടെയൊക്കെ ഒരു സൗന്ദര്യം കൂടെ കിട്ടാൻ വേണ്ടിയാണ് അവരൊരു നടുത്തളവും കൂടെ, അകത്തളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയും കൂടെ വീട്ടിൽ വെച്ചിരുന്നു. 3000 സ്ക്വയർ ഫീറ്റുള്ള ലക്ഷറി ഹൗസാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ അടുത്തളം ഉണ്ടാക്കി കഴിഞ്ഞു, വീട് പണി കഴിഞ്ഞു, പാല് കാച്ചിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു ഇങ്ങനെ അകത്തളം ഒന്നും വീടിനുണ്ടാകരുത്. ഇപ്പോൾ പുതിയ വീടുകൾക്ക്, പഴയ വീടുകൾക്ക് 4 കെട്ടിനും 8 കെട്ടിനും ഒക്കെ അത്തരം അകത്തളങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന വീടുകൾക്കൊന്നും അങ്ങനെ ചെയ്യരുത്, അതിന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെയുള്ള സൗന്ദര്യവൽക്കരണം നടത്തുന്നതിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഈ 4 കെട്ടും 8 കെട്ടും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് അതിൽ വരുന്ന റൂഫിന് തന്നെ നമുക്ക് ഈ പഴയ ഓടിട്ട ഇതിലാണ്, അല്ലെങ്കിൽ ഓലയിട്ട വീടുകളൊക്കെയാണ് പഴയത് ഉണ്ടായിട്ടുള്ള. അതിനകത്ത് അതിന് കണക്കുകളുണ്ട്. ഇത്ര കോൽ ഇത്ര അങ്കുലം എന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. ആ കണക്കനുസരിച്ചാണ് നമ്മൾ അങ്ങനെയുള്ള വീടുകളിൽ ഈ അകത്തളം ഉണ്ടാവാൻ തെറ്റില്ല. കാരണം അതിൽ നിന്ന് വരുന്ന വെള്ളം പോലും അകത്തളത്താണ് വീഴുന്നത്, കാരണം ആ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ 5 സെൻറ്റ് സ്ഥലത്തിലും ഒരു വീടുണ്ടാക്കിയിട്ട് അകത്തളം ഉണ്ടാക്കാറുണ്ട്. ശരിക്കും അങ്ങനെ വരുന്ന വീടിൽ ഈ അകത്തളം എന്ന് പറയുന്നത് വീടിൻ്റെ സെൻട്രൽ പോയിന്റിലായിരിക്കും അവർ ചെയ്യുക, ബ്രഹ്മസ്ഥാനത്ത്. ഒരിക്കലും ബ്രഹ്മസ്ഥാനം താഴ്ന്നു കിടക്കാൻ പാടില്ല. അത് ഏറ്റവും വലിയ ദോഷമാണ്. ഇപ്പം 3000 സ്ക്വയർ ഫീറ്റ് അല്ലേ, ഈ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉദ്ദേശിക്കാം സാമാന്യം വലിയൊരു വീടാണ്. ഈ വീടിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഇങ്ങനെ ഒരു എന്താ പറയുക അകത്തളം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴ്ന്ന് ആയിരിക്കും അകത്തളം ഉണ്ടാവുക. അങ്ങനെ താഴ്ന്നുള്ള അകത്തളം വരുന്നത് വീട്ടിലുള്ള മുതിർന്ന പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുവാനുള്ള ഏറ്റവും വലിയ ചാൻസ്. അതുകൊണ്ട് അങ്ങനെ വീട് വയ്ക്കുമ്പോൾ അകത്തളം ഉള്ള വീടുകളൊന്നും ആരും ഉപയോഗിക്കാതിരിക്കാൻ, സെറ്റ് ചെയ്യാതിരിക്കാൻ. എനിക്ക് 1-2 അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്തൊരു വലിയ ഫേമസ് ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു ഓണറുടെ, അദ്ദേഹം ഡോക്ടറല്ല, ഗൾഫിൽ നിന്ന് കാശുണ്ടാക്കിയിട്ട് വന്ന് സാമാന്യം നല്ല രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ അവർ ചെയ്തു. വലിയ ഐസ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അവർ ചെയ്തത്. ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു വീട് വെച്ചു. ആ വീടും ഏറ്റവും നല്ലൊരു വീടാണ് വെച്ചിട്ടുള്ളത്. ഇവർക്ക് ആ ഹോസ്പിറ്റലിൽ വെച്ച് വീടും ഒക്കെ റെഡിയായി പൂർത്തിയായി ഇവർ താമസമായതിനു ശേഷം പുള്ളിക്ക് ഗൾഫിലുള്ള ജോലി നഷ്ടപ്പെട്ടു. ഭയങ്കര സാലറി ഉണ്ടായിരുന്നുകൊണ്ടിരുന്ന ജോലിയാണ്, ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിൽ വരേണ്ട. അപ്പം പുള്ളി വളരെ ഹാപ്പി ആയിട്ടാണ് നാട്ടിൽ വരുന്നത്. കാരണം എനിക്ക് എൻ്റെ ഹോസ്പിറ്റലുണ്ട്, കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യും. നാട്ടിൽ വന്നു ഹോസ്പിറ്റലിൽ ഓരോ ദിവസവും അതിൻ്റെ വരവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളും ഇടയ്ക്ക് ഒരു ഡെത്തൊക്കെ പുള്ളി അറിയാതെ തന്നെ കൈപ്പിഴ കൊണ്ട് ഒരു ഡെത്തൊക്കെ സംഭവിച്ചു. അങ്ങനെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് പ്രോബ്ലം. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കിയപ്പോൾ അതിനകത്ത് എൻട്രൻസിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം ഞാൻ പരിഹരിച്ചു കൊടുക്കുകയും രണ്ടാമത് പുള്ളിയുടെ വീട് പോയി നോക്കുകയും ചെയ്തു.
ഈ വീട് നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അകത്തളത്തിൻ്റെ കാര്യം പറയുന്നത് പോലെ ആ വീടിലും സെയിം ഇതാണ് ഉണ്ടായിരുന്നത്. അതിൽ അകത്തളം ചെയ്തിട്ട് 3ാമത്തെ നിലയിൽ നിന്നുള്ള വെള്ളം പൈപ്പ് മുഖേന നമ്മുടെ ഈ ചങ്ങല പ്ലാസ്റ്റിക്കിലുള്ള അതേപോലെ ഈ അകത്തളത്ത് വിടുകയും അകത്തളത്തിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹൈറ്റിൽ കെട്ടിയിട്ട് നടുക്കൊരു വലിയൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചിട്ട് ആ കൃഷ്ണൻ്റെ തലയിലാണ് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത്. കാരണം അഭിഷേകം ചെയ്യുന്നത് പോലെ ആ വെള്ളം അവിടെ അത്രയും കെട്ടിക്കിടക്കുന്ന ഒരു ഇതുകൊണ്ട് പിന്നെ പമ്പ് ചെയ്താലേ പുറത്ത് കളയാൻ പറ്റും. പുള്ളി എപ്പോഴും അവിടെ ഉണ്ടാകത്തില്ല. വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. വേറെ വീടിൻ്റെ ഈ എൻട്രൻസിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ആകെ കണ്ട പ്രോബ്ലം ഇത് മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനെ മാറ്റാൻ പറഞ്ഞു. അവരത് തട്ടിപ്പൊട്ടിച്ച് കളഞ്ഞു. അവരത് ക്ലിയർ ചെയ്തെടുത്തു. ആ അകത്തളത്തിൽ വിഗ്രഹം തകർത്ത് കളയാവോ? അല്ല, ആ വിഗ്രഹം ഷോക്ക് വെച്ചിരുന്നല്ലേ. അപ്പം അതേപോലെ തന്നെ ആ വെള്ളം എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം അവിടെ അവർ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് ആ വിഗ്രഹം അതേപോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചു. മുകളിലുള്ള റൂഫിട്ട് അതങ്ങ് അടച്ചിട്ടുണ്ട്. അടച്ചതിന് ശേഷം വളരെ മാറ്റമാണ് അവർക്കുണ്ടായത്. ഇപ്പോൾ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ നടക്കുന്നു. കൊല്ലം താമരക്കുളത്താണ് ആ ഹോസ്പിറ്റൽ, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ നല്ല മാറ്റമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ആദ്യമൊക്കെ അവർക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു അകത്തളം മാറ്റുവാൻ. അപ്പം ഈ അകത്തളം എന്ന് പറയുന്ന സാധനം ശരിക്കും ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും അല്ലേ. അത് വീട് ഗ്രഹനാഥന് ഇതേപോലെ തന്നെ നമ്മുടെ ഓമല്ലൂർ കൊട്ടാരക്കരയ്ക്കടുത്ത് ഓമല്ലൂർ ഒരു വീട്ടിൽ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന ഗ്രഹനാഥൻ അദ്ദേഹം വീട് വെച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഫുൾ, അതായത് ശരീരം കംപ്ലീറ്റ് തളർന്ന് പുള്ളി കിടപ്പിലാണ്. പിടിച്ചെണീപ്പിച്ചോണ്ടൊന്ന് ഫ്രണ്ടിൽ കൊണ്ടിരുത്തും, അതേപോലെ കൊണ്ട് കിടത്തും. ഞാൻ ആ വീടും പോയി നോക്കേണ്ട ഒരവസ്ഥ. അതും വീടിൻ്റെ സെൻറ്ററിലുള്ള സെയിം എഫക്റ്റാണ്. അകത്തളം ബ്രഹ്മസ്ഥാനം താഴ്ന്ന് കിടന്നു. ബ്രഹ്മസ്ഥാനം എന്ന് വെച്ചാൽ വീടിൻ്റെ സെൻട്രൽ പോയിന്റ് താഴ്ന്നാൽ ആ ഗ്രഹനാഥനോ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കോ കുട്ടികൾക്കൊക്കെ വീട്ടിലുള്ള എല്ലാവർക്കും ദോഷമായിട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാർ അത് അപ്പോൾ ഈ പഴയ വീടുകൾ ഇപ്പം 4 കെട്ടോ അല്ലെങ്കിൽ 8 കെട്ടിനൊക്കെ അങ്ങനെ ഒരു അകത്തളം വരുമ്പോൾ ഈ പ്രശ്നം വരാത്തതെന്ന് വെച്ചാൽ അത് കണക്കുണ്ട് അവർക്ക് ഇത്ര കൊല്ലം. കാരണം അത് 3000 ഒന്നും അല്ല സ്ക്വയർ ഫീറ്റ് വരുന്നത്. വീട് തന്നെ ഒരു 15 സെന്റിന് അകത്ത് നിറഞ്ഞിരിക്കുന്ന വീടാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് ഈ ഓരോ റൂഫ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സെൻട്രലിൽ വരുന്ന ഈ നമ്മൾ ഈ തെക്കിനി വടക്കിനി കിഴക്കിനി പടിഞ്ഞാറ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ ഒരു രീതി അനുസരിച്ചാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെൻട്രലിൽ വെള്ളം വീഴാം. മനസ്സിലാകുന്നുണ്ടോ? അത് തീരെ ഇതായിട്ടില്ല. ഇത് നമ്മളൊരു 5 സെന്റിലും 10 സെന്റിലും ഒക്കെ സെൻട്രലിൽ വെള്ളം വീഴത്തക്ക രീതിയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അകത്തളമൊക്കെ ഉള്ള വീട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ചെയ്യുകയാണെങ്കിൽ തന്നെ പരമാവധി സ്ഥലമുള്ളവരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രമിക്കാവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അവിടെ വെള്ളം സെൻട്രലിൽ വെള്ളം വീഴാത്ത രീതിയിൽ അവർക്ക് ലൈറ്റ് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ ചെയ്യാം. ആ ഗ്രൗണ്ട് എല്ലാം ഒരേ ലെവലാക്കിയിട്ട് ആ ഭാഗം, ആ സെൻട്രൽ ലൈറ്റ് കിട്ടുന്ന ഭാഗം മറ്റുള്ള സ്ഥലത്തേക്ക് 1 അടിയോ 1.5 അടിയോ ഒന്ന് ഹൈറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ പോയിന്റ് മാത്രം ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ലൈറ്റൊക്കെ അതിനകത്ത് വിടാം. വെള്ളം വീഴാത്ത രീതിയിൽ അവിടെ മഴവെള്ളം വീഴാത്ത രീതിയിൽ മുകളിൽ റൂഫൊക്കെ ചെയ്തുകൊണ്ട് ആ നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു അകത്തളം നമുക്ക് ചെയ്തെടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീടാണ്, വീട്ടിലെ ബെഡ്റൂമാണ്. ആ വീട് നമുക്ക് സൂട്ടബിൾ അല്ല എങ്കിൽ നമ്മൾ തീർന്നു. പിന്നെ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങൾ ഒന്നും സക്സസ് ആവത്തില്ല. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. പല ആൾക്കാരും പറയുന്ന പോലെ വീടാണ് നട്ടല്, അതനുസരിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. എപ്പോഴും വീട് വയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ വീടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചോളൂ സാർ, ഒരു വീടിന്റെ ദോഷഫലങ്ങൾ, വീടിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനെയാണോ അതോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് എഫക്ട് ചെയ്യുന്ന ഗൃഹനാഥൻ വീണാൽ ഇൻകം സോഴ്സ് സ്റ്റോപ്പ് ആവും. ഇൻകം നിന്നാൽ വീട്ടിലുള്ള മറ്റുള്ളതൊക്കെ ബാധിക്കത്തില്ലയോ? ആ ഒരു രീതിയാണ്. ഗൃഹനാഥൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് സാമ്പത്തികം വീട്ടിൽ കൊണ്ടുവരുന്ന ആൾ, അത് സ്ത്രീയാവാം പുരുഷനാവാം, ഗൃഹനാഥൻ രണ്ടും ആവാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചാൽ വീട്ടിലോട്ടുള്ള ഇൻകം സോഴ്സ് കട്ടായി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അവരുടെയൊക്കെ പ്രവൃത്തി നിലയ്ക്കും അല്ലേ? ആ ഒരു രീതിയാണ്. അപ്പം എപ്പോഴും വീട് കറക്റ്റായി കഴിഞ്ഞാൽ ഗ്രഹനാഥന്, നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥൻ മാത്രമല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് കിട്ടും. പൂജാമുറിയൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ സാധാരണ വീടുകളിൽ പൂജാമുറി ഞാൻ അനുവദിക്കാറില്ല. അത് ഞാൻ ചോദിക്കാൻ വരായിരുന്നു, വീടുകളിൽ പൂജാമുറിയുടെ ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ? ഒരു വിളക്ക് കത്തിക്കുക എന്നുള്ളത് അങ്ങനെ കഴിഞ്ഞ 2-3 എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിന്റെ പ്രധാന വാതിലിൽ വെച്ച് വിളക്ക് കത്തിക്കുക. പറ്റുമെങ്കിൽ ഭദ്രദീപം 5 തിരിയിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ 2 തിരി കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാറോട്ടും ഇട്ട് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുമ്പോൾ ആ ത്രിസന്ധ്യ സമയത്ത് വരുന്ന ഇളം കാറ്റ്
ഈ വിളക്കിൽ നിന്ന് വരുന്ന ആ പുകയെ ആ കാറ്റ് കൊണ്ട് നമ്മുടെ എല്ലാ റൂമുകളിലും കൊണ്ട് നിർത്തും. മനസ്സിലാവുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ 45% സ്വന്തം വീട്ടിലെ ബെഡ്റൂമാണ്. അവിടെ കിടക്കുമ്പോൾ നമ്മൾ ഈ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അനീമിയ പോലുള്ള അസുഖങ്ങളുടെ പ്രൊട്ടക്ഷനാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. നമ്മളൊരു പൂജാമുറിക്കകത്ത് കൊണ്ട് വെച്ച് വിളക്ക് കത്തിച്ചാൽ ആ പുക നമുക്ക് ശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. വീട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ അവിടെ വെച്ച് വിളക്ക് കത്തിക്കുക, രാമനാമ ജപിക്കുകയോ അല്ലെങ്കിൽ സന്ധ്യസമയത്ത് പാട്ട് പാടുകയോ, ഇപ്പം ഈ പ്രാർത്ഥന കാര്യങ്ങൾ എന്തും സന്ധ്യസമയത്ത് ചെയ്യാൻ പറഞ്ഞത് സൈക്കിക് ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തുവാൻ കഴിവുള്ള ഒരു എഫക്റ്റ് നമ്മുടെ വീട്ടിൽ എടുക്കുവാൻ വേണ്ടിയാണ് അത്. ആ ശബ്ദ തരംഗങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് ഫുള്ളി ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവാനുള്ള ഇതാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് സാധാരണ വീടുകളിൽ പൂജാമുറി വയ്ക്കേണ്ടതായിട്ടില്ല. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കിയതിന് ശേഷം എന്നെ വിളിക്കുക. നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. നമസ്കാരം.